ബൊക്കയുടെ ബേസ് എല്ലാം റെഡിയാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പം ഉള്ളിൽ വെക്കാനുള്ള പൂക്കളും അതിന്റെ ലീഫും ഒക്കെ റെഡിയാക്കി എടുക്കാം. നമ്മുടേത് അങ്ങനെ വലിയ വലിപ്പമുള്ള ബൊക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ അതിനുള്ളിൽ വെക്കാനുള്ള പൂക്കളും ഇലകളും എല്ലാം ചെറുത് മതിയെന്നേ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ കമന്റ്സിൽ വന്നു കഴിഞ്ഞാൽ 2 റിക്വസ്റ്റ് കൂടെയാണ് നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് വരുന്നത്. ഒന്ന് ഒരു സ്റ്റാറിൻ്റെത്, പിന്നെ നമുക്ക് ആദ്യം മുതലേ കമന്റിൽ വന്ന റിക്വസ്റ്റ് ആണ് ഒരു മാറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഫ്ലോർ മാറ്റിന് വേണ്ട ടീഷർട്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ നമ്മളോട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ യാൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ കാണിക്കാൻ പറ്റാതിരുന്ന ഒരു യാണാണ് കേട്ടോ ഈ ടീഷർട്ട് യാണെന്ന് പറയുന്നത്. എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടിടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ക്രോഷ്യ പ്രൊഡക്ട്സ് ഒക്കെ കുറഞ്ഞ യാണിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രൈസിന് നമ്മളിതൊക്കെ സെയിൽ ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ നോർമൽ ക്രോഷ്യ പ്രൊഡക്ട്സിന്റെ റേറ്റ് ആയിരിക്കില്ല, പേടിക്കണ്ട. കാരണം നമ്മൾ റേറ്റ് കൂട്ടുന്നത് ഹാർഡ് വർക്കിന്റെയും യാണിന്റെയും നമ്മുടെ എക്സ്പെൻസിന്റെ ഒക്കെ ബേസിലാണ്. പക്ഷെ ഇവിടെ എന്റെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് യാൺ അത്ര ക്വാളിറ്റി ഉള്ള യാണല്ല യൂസ് ചെയ്യുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത്ര എക്സ്പെൻസീവ് ആകാറില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള യാണിന്റെ പ്രൊഡക്ട്സിനും അതിനുള്ള പ്രൈസ് നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ബൊക്കെ റിസീവ് ചെയ്ത ആളിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എന്റെ അമ്മയെ കിട്ടില്ല. എന്റെ അമ്മ അതിലേക്ക് ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആള് വീഡിയോ എടുക്കാനൊന്നും നിന്ന് തന്നില്ല. ബൈ ദ വേ നമ്മുടെ ഫ്ലവേഴ്സും ലീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒന്ന് ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക. ഇത് ഇനി അടിയിൽ ലീഫ് കൂടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ബൊക്കയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഇങ്ങനെ തന്നെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ആക്കി എടുക്കുക. എല്ലാത്തിനും ഒന്നും ലീഫ് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ 1-2 എണ്ണത്തിന് ഇടയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും കാണാൻ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് തൊണ്ടയിൽ ഞണ്ടിറക്കിയ പോലെ ഒരു സൗണ്ട് കേൾക്കാം. വേറെയൊന്നുമല്ല, എന്റെ പനി മാറിയ കാര്യം എന്റെ തൊണ്ട അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് സൗണ്ട് ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ ഒട്ടും കുറയ്ക്കുകയും ചെയ്യില്ല. ഫൈനലി ഞാൻ ലൈഫിൽ ഒരിക്കലും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കല്ലേ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യുക. ബൈ.